ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red carpet. Stay tuned for your favorite celebrity. Good evening, Namaskaram and welcome to Red Carpet with RJ ഏലിക്കുട്ടി. എല്ലാ ഞായറാഴ്ചയും റെഡ് കാർപ്പറ്റിൽ നമ്മളൊരു ഗസ്റ്റുമായിട്ടാണല്ലേ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാറുള്ളത്. അവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ റെഡ് കാർപ്പറ്റിലൂടെ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു റെഡ് കാർപ്പറ്റിലും എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ ഉള്ളത്. ഈ ഒരു ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു ബാക്ക് സ്റ്റോറി പറയാം. വർഷം 2007, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 19, ദക്ഷിണാഫ്രിക്കയിൽ നടന്നിട്ടുണ്ടായിരുന്ന 2020 ലോകകപ്പില് നമ്മുടെ യുവരാജ് സിംഗ് ഒരു ഓവറിൽ 6 സിക്സുകൾ പറത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് കുറച്ച് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഘോഷത്തിന്റെ 16ാം വാർഷിക ദിവസം ആ ഒരു ഓവറിൽ 6 സിക്സുകൾ പറത്തിയിട്ടുണ്ടായിരുന്ന യുവരാജ് സിംഗിന്റെ പെർഫോമൻസ് ഒരു സാൻഡ് ആർട്ടിലൂടെ ലോകം കാണുകയുണ്ടായി. ആ സാൻഡ് ആർട്ടിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഫാദർ ക്രിസ്റ്റി വലിയ വീട്ടിലാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളുടെ കൂടെ റെഡ് കാർപ്പറ്റില് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു സാൻഡ് ആർട്ട് അന്നത്തെ ഈ ഒരു 16ാം വാർഷിക ദിവസം യുവരാജ് സിംഗ് തന്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാൻഡ് ആർട്ട് പങ്കുവെക്കാനായിട്ട് ഇതിലും മികച്ച ദിവസം വേറെ ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ ഒരു പോസ്റ്റ് കുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു സാൻഡ് ആർട്ടിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഫാദർ ക്രിസ്റ്റി എങ്ങനെയാണ് ഈ ഒരു സാൻഡ് ആർട്ടിസ്റ്റ് രംഗത്തേക്ക് എത്തിയതും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ഒരുപാട് സമയം കളയാതെ തന്നെ ലെറ്റ്സ് വെൽക്കം ഫാദർ ക്രിസ്റ്റി വലിയ വീട്ടിൽ ടു റെഡ് കാർപ്പറ്റ്. അച്ഛാ, എങ്ങനെയായിരുന്നു ഈ ഒരു സാൻഡ് ആർട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിന്റെയൊക്കെ ഒരു ബിഗിനിങ് എങ്ങനെയായിരുന്നു? ഈ ഒരു സാൻഡ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ടൈറ്റിലേക്കൊക്കെ എങ്ങനെയാണ് അച്ഛൻ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന്. ഓഫ് കോഴ്സ് വരയ്ക്കുമായിരുന്നു. സ്കൂൾ കാലഘട്ടങ്ങളും കോളേജ് കാലഘട്ടങ്ങളും ഒക്കെ എന്നെക്കാളും വളരെ മികച്ച രീതിയിൽ വരയ്ക്കുന്ന സുഹൃത്തുക്കൾ എന്റെ ഒപ്പം പഠിച്ചിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ആ ഒരു സാഹസത്തിന് മുതിർന്നിട്ടില്ല. ഈവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് പോലും അറിയത്തില്ലായിരുന്നു ഞാൻ വരയ്ക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ചെറുപ്പത്തിലൊക്കെ സമയം കിട്ടുമ്പോൾ വരയ്ക്കുമായിരുന്നു. പ്രത്യേകിച്ച് പെൻസിൽ ഡ്രോയിങ്ങുകളും അക്രിലിക് പെയിന്റിങ്ങുകളും അതുപോലെ തന്നെ വാട്ടർ കളറിംഗും ഒക്കെ ചെയ്യാറുണ്ട്. ആക്ച്വലി ഐ എം എ സ്പോർട്സ് പേഴ്സൺ, അന്നും ഇന്നും, എസ്പെഷ്യലി ഇൻ ക്രിക്കറ്റ്. ഓഫ് കോഴ്സ് ഫസ്റ്റ് പ്രിഫറൻസ് പ്രീസ്റ്റ്വുഡ് ലൈഫിന് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഐ ആം എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് യുവരാജ് സിംഗ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈസ് എ റിയൽ ഫൈറ്റർ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറുപ്പകാലത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു റോൾ മോഡൽ, ആ ഒരു സമയത്ത് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു റോൾ മോഡലായിരുന്നു യുവരാജ് സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ഹാൻഡർ ആയിരുന്ന ഞാൻ വളരെ നാളത്തെ പ്രാക്ടീസിന് ശേഷം, അതായത് 1-2 ദിവസം അല്ല വർഷങ്ങളെടുത്തുള്ള പ്രാക്ടീസിന് ശേഷം ഒരു റൈറ്റ് ഹാൻഡറിൽ നിന്ന് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാനും ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ബോളറുമായി തീർന്നു. That makes me to become an ambidextrous cricketer, a player who can bat and bowl with both hands. ഓക്കെ, അപ്പൊ അച്ഛൻ നമ്മളോട് നേരത്തെ പറയുകയുണ്ടായി അച്ഛനൊരു ആർട്ടിസ്റ്റ് മാത്രമല്ല ഒരു സ്പോർട്സ് പേഴ്സൺ കൂടിയാണ് എന്നുള്ളത്. അപ്പൊ അച്ഛാ, ഈ ഒരു സ്പോർട്സ് തന്നെയാണോ ഈ ഒരു ആർട്ടിലേക്ക് അച്ഛനെ കൊണ്ടുവന്ന് എത്തിച്ചതും ഈ ഒരു ആർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ടായിരുന്നതും ഒക്കെ? ഓഫ് കോഴ്സ് സ്പോർട്സ് തന്നെയാണ് എന്നെ വരയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇവർക്കും അറിയാവുന്നതാണ് 2011 ODI വേൾഡ് കപ്പ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 27 വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം ലഭിച്ച ഒരു ODI വേൾഡ് കപ്പാണ്. ആ ഒരു വേൾഡ് കപ്പ് നേടിയെടുക്കുന്നതിൽ യുവരാജ് സിംഗ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് യുവരാജ് സിംഗ് എന്ന് പറയുന്നത്. ഹി വാസ് ഹാവിങ് എ ഡ്രീം റൺ ത്രൂ ഔട്ട് ദ സീസൺ. ഒരു വേൾഡ് കപ്പ് നേടിയെടുത്തതിന് ശേഷം യുവരാജ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എല്ലാ ആരാധകരെ സംബന്ധിച്ചിടത്തോളം യുവരാജ് സിംഗ് എന്ന് പറയുന്ന ഇതിഹാസ ക്രിക്കറ്റിംഗ് കരിയർ അവിടെ അവസാനിച്ചെന്ന് എല്ലാവരും വിധി എഴുതിയാണ്. അവിടുന്ന് അദ്ദേഹം ക്രിക്കറ്റിനോടും ജീവിതത്തോടും പൊരുതി. കൃത്യം 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ ക്യാൻസറുമായി പൊരുതുവാൻ വേണ്ടി ഉള്ള കീമോകളും റേഡിയേഷനും എല്ലാം ചെയ്തതിനു ശേഷം റീഗെയിൻഡ് ഹിസ് ഫിറ്റ്നസ്. 1 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ ക്യാൻസറിനെ അതിജീവിച്ച് ഡൊമസ്റ്റിക് ക്രിക്കറ്റ്, അതായത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് അദ്ദേഹം ഒരു ഡബിൾ സെഞ്ചുറി നേടി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുന്ന മികച്ച ഒരു മനോഹരമായ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണുവാനിടയായി. ഇനി ഒരു ക്രിക്കറ്റിംഗ് ലൈഫ് ഇല്ല എന്ന് എഴുതി തള്ളിയെടുത്തു നിന്നാണ് അദ്ദേഹം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് ക്രിക്കറ്റിംഗ് കരിയറിലേക്ക് തിരിച്ചു വരുന്നത്. ആ ഒരു സമയത്താണ് ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ആ ഒരു തിരിച്ചുവരവൊക്കെ നടത്തിയിരുന്ന ഒരു സമയത്താണ് ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ യുവരാജ് സിംഗിനെ ഒരു ഗസ്റ്റ് ആയിട്ട് അതിൽ വിളിക്കുകയാണ്. അതിൽ പെർഫോം
പെർഫോം ചെയ്യാൻ എത്തിയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് നിതീഷ് ഭാരതി എന്ന് പറയുന്ന സാൻഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം യുവരാജ് സിംഗ് അവിടെ ഗസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പെർഫോം ചെയ്ത ഒരു ആർട്ട്, അതായത് സാൻഡ് ആർട്ടിലൂടെ അദ്ദേഹം യുവരാജ് സിംഗിന്റെ ലൈഫ് സ്റ്റോറി ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, അതായത് അദ്ദേഹം നേടിയെടുത്ത വേൾഡ് കപ്പുകൾ, അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിംഗ് കരിയർ, അദ്ദേഹത്തിന്റെ അപ്സ് ആൻഡ് ഡൗൺസ്, അദ്ദേഹത്തിന്റെ രോഗം, അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ്, വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം മണലിൽ ചായച്ച് അവിടെ വരയ്ക്കുകയുണ്ടായി. അത് കേവലം യുവരാജ് സിംഗിനെ മാത്രമല്ല, അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നനയിച്ച ആ ഒരു പെർഫോമൻസ് ആയിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരിച്ച് യുവരാജ് സിംഗിന്റെ ഇമോഷണൽ ലൈഫ് സ്റ്റോറി ലൈൻ അത് കാണിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു പെർഫോമൻസ് എന്റെ മനസ്സിൽ സ്ട്രക്ക് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അത് പഠിക്കണം വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒന്നും അത്ര പ്രമുഖമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നുകൊണ്ട് ആ ഒരു ആഗ്രഹം അവിടെ ഡ്രോപ്പ് ചെയ്ത് വിട്ടിരുന്ന ഒരു സാധനമാണ്. പിന്നീട് 2 വർഷത്തിന് ശേഷമാണ് ഞാൻ എന്റെ PG ലൈഫ് എല്ലാം കഴിഞ്ഞ് എന്റെ BEd ട്രെയിനിങ്ങിനായിട്ട്, അത് BEd കോളേജിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു കോളേജിന്റെ പ്രത്യേകത, അല്ലെ BEd ലൈഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കോളേജ് ലൈഫ് തുടങ്ങുന്ന ആദ്യത്തെ ആഴ്ച തന്നെ ടാലന്റ് ഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അതായത് ഒരു അധ്യാപകനെ, ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഓഡിയൻസിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നതാണ്. അതായത് മുമ്പ് ഇരിക്കുന്ന ആളുകളെ പേടിയില്ലാതെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന ടാസ്ക് ആണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ചോദ്യങ്ങൾ വരും, മറുപടികൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു ടീച്ചിങ് പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ടാക്കിൾ ചെയ്യുന്ന ഓഡിയൻസ് മുമ്പാകെയുള്ള നമ്മുടെ ഫിയറിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആഴ്ചയിലുള്ള ടാലന്റ്സ് ഡേ പ്രോഗ്രാമിൽ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും, ഫ്രഷേഴ്സ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഓൺ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഹെർക്കുലിയൻ ടാസ്ക് ആയിരുന്നു ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും പെർഫോം ചെയ്യുക എന്ന് പറയുന്നത്. ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കളികളാണെങ്കിലും ഞാൻ അതിനകത്ത് പെർഫോം ചെയ്തിരുന്നതിന്. പക്ഷെ ഒരിക്കലും ക്രിക്കറ്റോ അല്ലെ അത്ലറ്റിക് പരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് സ്റ്റേജ് പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ആലോചിച്ചിരിക്കുമ്പോഴാണ് നിതീഷ് ഭാരതി ചെയ്ത ആ ഒരു പെർഫോമൻസ് മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ആ ഒരു സാൻഡ് ആർട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പുകളും ഇല്ലായിരുന്നു ആ ഒരു സാഹചര്യം. പിന്നീടാണ് ആലോചിച്ച് ഒരു കോളേജാണ്, കോളേജുകളിൽ ബോർഡുണ്ട്, ചോക്കുണ്ട്. അപ്പോൾ ആ സ്റ്റേജിൽ 2-3 ബോർഡുകൾ നിരത്തി വെച്ച് നിതീഷ് ഭാരതി അന്ന് സാൻഡ് ആർട്ട് പ്ലാറ്റ്ഫോമിൽ ചെയ്ത, അതായത് ആ ഒരു ക്യാൻവാസിൽ ചെയ്ത എല്ലാ സ്റ്റോറികളും ഒന്നുകൂടെ ആ ഒരു ഓൺ സ്റ്റേജിൽ ബോർഡുകളെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. ദൈവത്തിന്റെ കൃപയാൽ അത് മനോഹരമായ രീതിയിൽ ചോക്കുകൾ ഉപയോഗിച്ച് അതിൽ വരയ്ക്കാൻ സാധിച്ചു. അതിന് വളരെ നല്ലൊരു റിസപ്ഷൻ ആണ് എന്റെ ബാച്ച്മേറ്റ്സുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനുശേഷം 1-2 പ്രോഗ്രാമുകളിലൂടെ ആ ഒരു കോളേജിൽ തന്നെ വീണ്ടും പെർഫോം ചെയ്യാനിടയായി. വളരെ മികച്ച രീതിയിലുള്ള ഒരു റിസപ്ഷനും നല്ല രീതിയിലുള്ള അക്സെപ്റ്റൻസും ആ ഒരു കോളേജിൽ നിന്ന് തന്നെ എനിക്ക് ലഭിച്ചു. അതിനുശേഷമാണ് ഇനി എന്റെ സെമിനാരി പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കോളേജ് ലൈഫ് ഒക്കെ അവസാനിപ്പിച്ച് പിന്നെ സെമിനാരി ജീവിതത്തിലോട്ട് കിടക്കേണ്ടി വന്നത്. പിന്നീട് ചെറിയ ചെറിയ വരകളൊക്കെ ചെയ്യുമെന്നല്ലാതെ നമ്മൾ ഈ സാൻഡ് ആർട്ട് എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഒരിക്കലും ഇല്ലായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2019 കാലഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മനോഹരമായ രീതിയിൽ സാൻഡ് ആർട്ട് വീഡിയോകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ കണ്ടു. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ആ ആർട്ടിസ്റ്റിനെ ബന്ധപ്പെട്ടിരുന്നു എന്നിരുന്നാൽ പോലും നല്ലൊരു വെൽക്കമിങ് എക്സ്പീരിയൻസ് അല്ല എനിക്ക് ആ ഒരു ഭാഗത്തു നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു വാശിയായി തന്നെ മനസ്സിലുണ്ടായിരുന്നു. ഇതെങ്ങനെങ്കിലും പഠിക്കണം, ഇതെങ്ങനെങ്കിലും ചെയ്യണം, അറ്റ് എനി കോസ്റ്റ് ഇതെങ്ങനെങ്കിലും പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എനിവേ അത് 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഓരോരുത്തർ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി എന്റേതായ ടെക്നിക്കിൽ, അത് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ റൈറ്റ് ടെക്നിക് ഓർ നോട്ട്, പക്ഷേ എന്റേതായ ടെക്നിക്കിൽ എന്റേതായ രീതിയിൽ ഇന്നും വരയ്ക്കുന്നു. അതിന് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പേര് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിതീഷ് ഭാരതി തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന്റെ ബാക്കിൽ ഇത്രയും വലിയൊരു സ്റ്റോറി ഉണ്ടാവുമായിരുന്നു എന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ എന്തായാലും അച്ഛന്റെ വർക്ക് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത്ര ഒരു ലൈവ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആർട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഈ ഒരു സാൻഡ് ആർട്ട് മേഖലയിലേക്ക് അച്ഛൻ ഇൻസ്പയർഡ് ആയി, അച്ഛന്റെ വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ബിഗിനിങ് ടൈമിൽ അച്ഛന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരായിരുന്നു? ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെ ആയിരുന്നോ? തീർച്ചയായിട്ടും ഫാമിലിയുടെയും സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് ഇതിലുണ്ടായിരുന്നു. ഞാനിത് പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ, സാൻഡ് ആർട്ട് ചെയ്തു തുടങ്ങിയ കാലഘട്ടത്തിലും പഠിച്ച സമയത്തും ഞാൻ സെമിനാരിയിലായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫാമിലിയോടൊപ്പം അല്ലായിരുന്നു. പ്രത്യേകിച്ച് എന്റെ ക്ലാസ്മേറ്റ്സ്, എന്റെ റൂംമേറ്റ്സ്, അതോടൊപ്പം തന്നെ എന്റെ സീനിയർ സ്റ്റുഡൻസ്, ഇവരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇത് പഠിച്ചെടുക്കുവാനോ ഇത് ചെയ്തു നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസോ പ്ലാറ്റ്ഫോമുകളോ ലഭിക്കുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ടോടുകൂടി മാത്രമാണ്
എനിക്ക് ഒരു പഠിച്ച കാലഘട്ടത്തിൽ, അതായത് ഈ സാൻഡ് പഠിച്ച കാലഘട്ടത്തിൽ ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഞാനിത് പഠിച്ചെടുത്ത സമയത്ത് ഞാൻ പഠിച്ച വൈദിക സെമിനാരിയായ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി, അതായത് കോട്ടയം പഴയ സെമിനാരി, എനിക്ക് വളരെയധികം മികച്ച രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഞാനിത് പഠിച്ചെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസനും നമിത പ്രമോദും കൂടെ അഭിനയിച്ച ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതിലെ മെയിൻ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് സാൻഡ് ആർട്ടാണ്. നമിത പ്രമോദ് സാൻഡ് ആർട്ട് ചെയ്യുന്ന ഒരു കഥാ പശ്ചാത്തലമാണ് അതിലുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു സിനിമയിലൂടെയാണ് മലയാളികൾക്ക് സാൻഡ് ആർട്ട് എന്താണെന്നുള്ള ഒരു ബേസിക് ഗൈഡ് ലൈൻ ലഭിച്ചത്. അറ്റ്ലീസ്റ്റ് പലരും ആ ഒരു സാൻഡ് ആർട്ടിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയതുപോലും. അതിനുശേഷം നമ്മുടെ മലയാളത്തിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഒരുപാട് മികച്ച ആർട്ടിസ്റ്റുകൾ ഈ സാൻഡ് ആർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെതായ വീഡിയോസ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അപ്പോൾ അത് വളരെ മികച്ച രീതിയിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ സമീപിച്ചപ്പോൾ ഒരിക്കലും നല്ലൊരു എക്സ്പീരിയൻസ് അല്ല അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരെ അപ്രോച്ച് ചെയ്തോ ആ സ്ഥലത്ത് നിന്ന് തന്നെ അവിടുത്തെ ബീച്ചിൽ നിന്ന് തന്നെ എടുത്ത മണലാണ് അന്നും ഇന്നും ഞാൻ സാൻഡ് ആർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു വാശിയും കൂടെയായിരുന്നു. അത് പല മികച്ച ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന വീഡിയോ മാത്രം കണ്ടു പഠിച്ച രീതികളാണ്. അത് ടെക്നിക്കലി ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ചെയ്യേണ്ടതായ രീതിയിലാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എനിവേ അങ്ങനെ പല ഗുരുക്കന്മാര് ഇതിലുണ്ട്. പക്ഷെ എന്റേതായ രീതിയിലാണ് ഞാൻ ഇത് പഠിച്ചെടുത്തത്. ഇപ്പോഴും ആ രീതിയിലും ആ ടെക്നിക്കലും തന്നെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ചെറിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിഷനാണ് ഇപ്പോ വളരെ വലിയൊരു സക്സസ് ആയി മാറി എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ ഇടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഉദ്ദേശിച്ച ഒരു വെൽക്കമിങ് പലരുടെയും അടുത്തുനിന്ന് കിട്ടിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാശിയും കൂടി ഉള്ളിൽ ഉണ്ടായിരുന്നത് എല്ലാം കൂടി അങ്ങ് പാക്കായി കത്തിക്കേറി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അച്ഛന്റെ ഫസ്റ്റ് ആർട്ട് കണ്ടതിന് ശേഷം ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും ഒക്കെ ഒരു റിയാക്ഷൻസും അവരുടെ ഒരു അക്സെപ്റ്റൻസും ഒക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു മൊമെന്റ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ ആദ്യത്തെ സാൻഡ് ആർട്ട് വീഡിയോ അല്ലെ എന്റെ സാൻഡ് ആർട്ട് ഉദ്യമം എന്ന് പറയുന്ന ഒരു ലൈവ് ഷോ കോട്ടയത്തുള്ള ഒരു പള്ളിയിൽ ചെയ്യാൻ സാധിച്ചു. അത് എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു സെമിനാരി മീറ്റ് ആണ് എനിക്ക് ആ ഒരു അവസരം തന്നത്. എന്റെ ആദ്യത്തെ സാൻഡ് ആർട്ട് പരീക്ഷണമായിരുന്നു. ആദ്യമേ തന്നെ ഞാൻ ഇതിന്റെ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. വെറും പ്ലൈവുഡും ഗ്ലാസും മാത്രം ഉപയോഗിച്ച് ചെയ്തെടുത്ത ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ പരീക്ഷണാർത്ഥമാണെന്ന് അറിയാമെങ്കിൽ പോലും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിലേക്ക് വെച്ചപ്പോൾ ഞാൻ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുന്നു. വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് ഈ സാൻഡ് ആർട്ട് ലൈവ് ഷോ തുടങ്ങിയത്. പക്ഷെ അതൊരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് തന്നെ ഏകദേശം അരമണിക്കൂർ നീണ്ടു നിന്ന ഒരു ലൈവ് ഷോ ആയിരുന്നു. ആ ഒരു ഷോ തീരുന്നിടം വരെ ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, വരയ്ക്കാൻ ഉദ്ദേശിച്ചത് വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് വരയ്ക്കാൻ സാധിച്ചു. അതായത് ഞാൻ തിരഞ്ഞെടുത്ത ഒരു സ്റ്റോറി ലൈൻ, ഒരു തീം എന്ന് പറയുന്നത് 2018 ഫ്ലഡ് തീം ആയിരുന്നു എടുത്തത്. അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വരയ്ക്കാൻ സാധിച്ചു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു സർട്ടൺ ഏജ് ഗ്രൂപ്പിന് മുകളിലോട്ടുള്ളവർ, അതായത് ഒരു 60 എബോ അല്ലെങ്കിൽ 55 എബോ ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിന് ഞാൻ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അവരിലേക്ക് എത്താൻ സാധിച്ചില്ല. അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അതിന് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാൻഡ് ആർട്ട് എന്ന് പറയുന്ന കലാരൂപത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്ന വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാത്തടത്തോളം കാലം വളരെ പ്ലെയിൻ ആയിട്ട്, അതായത് ഡ്രൈ ആയിട്ട് ഒരു ആർട്ട് ചെയ്തു പോകുന്ന ഒരു ഫീൽ ആയിരിക്കും. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി വന്ന് വരയ്ക്കുന്നു, മണലിൽ എന്തോ വരയ്ക്കുന്നു, പെട്ടെന്ന് അത് തൂത്ത് കളയുന്നു, അടുത്ത പടം വരയ്ക്കുന്നു. എന്താണത് ആ സ്റ്റോറി കൺവേ ചെയ്യാൻ പറ്റിയതെന്നുള്ളത് ഒരു സർട്ടൺ ഏജ് ഗ്രൂപ്പിന് മുകളിലോട്ടുള്ളവർക്ക് അത് റിസപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഒരു യുവജനങ്ങൾക്ക്, അതായത് ഒരു 30 വയസ്സിന് താഴെയും അല്ലെങ്കിൽ ഒരു 35-40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ സാൻഡ് ആർട്ട് എന്താണെന്ന് കുറച്ചെങ്കിലും ധാരണയുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് അവർക്കത് ആ ഒരു മെസ്സേജ് അവരിലേക്ക് എത്താൻ സാധിച്ചു. അതിന് നല്ല റെസ്പോൺസും കിട്ടി. പക്ഷെ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ഒരു ആർട്ട് ചെയ്യുമ്പോൾ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസിന്റെ സപ്പോർട്ടും അവരുടെ ഒരു ഓഡിയൻസിന്റെ കയ്യടിയും ഒരു റെസ്പോൺസുമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വിജയകരമാക്കി തീർക്കുന്നത്. ആ ഒരു ലൈവ് ഷോ തുടങ്ങിയത് മുതൽ തീരുന്നിടം വരെ വളരെ പ്ലെയിൻ ആയിട്ടും ഡ്രൈ ആയിട്ടും പോയിരുന്ന ഒരു ഓഡിയൻസ് റെസ്പോൺസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ലൈവ് ഷോ എങ്ങനെങ്കിലും തീർത്താൽ മതി എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാനത് തുടങ്ങിയപ്പം മുതൽ തീരുന്നിടം വരെ ഇരുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു ആനിമേഷൻ വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയെന്ന് പറയുന്നത്, മറ്റേ അത്യാവശ്യം വേൾഡ് വൈഡ് റെസ്പോൺസ് കിട്ടിയെന്ന് പറയുന്നത് 2020 യുവരാജ് സിംഗിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഞാനൊരു സാൻഡ് ആനിമേഷൻ വീഡിയോ ചെയ്തിരുന്നു. അതിന് ഞാൻ പ്രതീക്ഷിച്ച ആളിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയില്ല എങ്കിൽ പോലും വളരെ സർപ്രൈസിംഗ് ആയി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, അതായത് ICC അവരുടെ ഒഫീഷ്യൽ
ഫേസ്ബുക്ക് പേജ് വെച്ച് ഈ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് ആ റെസ്പോൺസ് ഉണ്ടായത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മീഡിയ അറ്റൻഷനും കിട്ടി. അതുപോലെ തന്നെ അത്യാവശ്യം പബ്ലിക്കിലേക്ക് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട്, ഒരു സാൻഡ് ആർട്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ട് എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ ആ ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും എനിക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ടൈം റെസ്പോൺസ് അല്ലെ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ ഫസ്റ്റ് ടൈം ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2020 ഡിസംബർ എൻഡോട് കൂടിയാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. നമുക്കറിയാം ഓരോരോ സ്റ്റോറികളാണ് ആ ഓരോ സാൻഡ് ആർട്ട് വർക്കിലൂടെയും അച്ഛൻ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അച്ഛൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു സ്റ്റോറി ലൈൻ ഈ ഒരു സാൻഡ് ആർട്ടിലൂടെ കൺവേ ചെയ്യുന്ന സമയത്ത്? വാട്ട് ഡു യു ഫീൽ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ സാൻഡ് ആർട്ട് ചെയ്തു തുടങ്ങിയോ അന്ന് മുതൽ ചെയ്തു തുടങ്ങുമ്പോഴുള്ള ഒരു സ്ട്രഗിള് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഞാനിത് ചെയ്തു തുടങ്ങിയതെന്ന് പറയുന്നതിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് കോവിഡ് കാലം തുടങ്ങിയതിന് ശേഷമാണ്. അതായത് എല്ലാവരും കുക്കിംഗ് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഗെയിം കളിക്കാനും ഒക്കെ ഈ ഒരു ലോക്ക്ഡൌൺ കാലയളവ് സമയം കണ്ടെത്തിയ സമയത്ത് ഞാനിത് എത്രത്തോളം ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ സാൻഡ് ആർട്ടിൻ്റെതായ പാഠങ്ങൾ എത്രത്തോളം എന്റേതായ രീതിയിൽ എക്സൽ ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടം കൂടുതലും പരീക്ഷിച്ചത്. ഇത് ഏറ്റവും വലിയൊരു സ്ട്രഗിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് ഒരു ഡാർക്ക് റൂമിന്റെ ഒരു സറൗണ്ടിങ്സിലാണ്. അതായത് നമുക്ക് ഈ ഒരു സാൻഡ് ആർട്ട് ചെയ്യണേ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ലൈറ്റ് ബോക്സ് ആണ്. ഒരു ബോക്സ് ഫ്രെയിം വേണം, അതിന് ഒരു ഗ്ലാസ് സർഫസ് ആണ്, അതിന് മുകളിലാണ് നമ്മൾ മണല് ഇടുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഇൻസൈഡ് ലൈറ്റ് സപ്പോർട്ട് വേണം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡാർക്ക് റൂമിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ക്ലോസ്ഡ് സറൗണ്ടിങ്സ് ആണ് വേണ്ടത്. അതായത് എയർ സർക്കുലേഷൻ അധികം ലഭിക്കാത്ത ഒരു റൂമിൽ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ അധികമാണ്. എസ്പെഷ്യലി നമുക്കൊരു ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയമാണെങ്കിൽ നമുക്കൊന്ന് ചൂടെടുത്താൽ പോലും നമുക്കൊരു ഫാൻ ഇടാനുള്ള ഒരു സാഹചര്യം ആ റൂമിൽ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫാൻ ഇട്ടാൽ ഈ മണല് പറന്നു പോകും. അതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതിന് മെയിൻ കാരണം ഒരു പടം വരയ്ക്കാൻ നമ്മൾ തുടങ്ങിയാൽ ത്രൂ ഔട്ട് തീരുന്നിടം വരെ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. അതിന് കാരണം നമ്മളൊരു പേപ്പറിൽ വരയ്ക്കുന്നത് പോലെ അല്ല ഒരിക്കലും സാൻഡ് ആർട്ട് എന്ന് പറയുന്നത്. ദർ ഇസ് നോ ചാൻസ് ഓഫ് എ സെക്കൻഡ് ഓപ്ഷൻ. അതായത് ഒന്ന് തെറ്റിയാൽ നമ്മൾ ത്രൂ ഔട്ട് ആ ഒരു പടം മൊത്തം നമുക്കത് മായ്ച്ചാലേ നമുക്കത് വീണ്ടും അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പ്രത്യേകിച്ചത് ത്രൂ ഔട്ട് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ആണ്. അതായത് നമുക്ക് ആ ഒരു പ്രീവിയസ് ഫ്രെയിം ഒരിക്കലും നമുക്കൊരു നമ്മൾ ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്തു തീർക്കാൻ സാധിക്കില്ല. അതിന് കാരണം പ്രത്യേകിച്ച് നമ്മളൊരു പർട്ടിക്കുലർ സ്പോട്ടിൽ നമ്മളൊരു ലൈറ്റ് സോഴ്സ് ഉള്ളതുകൊണ്ട്, അതായത് ലൈറ്റ് ബോക്സിന് ചുറ്റും നമുക്ക് ഡാർക്ക് സറൗണ്ടിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് സോഴ്സ് വരുന്ന സ്ഥലത്തിലേക്ക് പ്രാണികളും മറ്റ് ഇൻസെക്ട്സും ഒക്കെ അട്രാക്ട് ചെയ്യാനുള്ള വളരെ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരച്ചു വെക്കുന്ന ഒരു കാര്യം അത് പെട്ടെന്ന് ഈ പ്രാണികൾ വന്ന് ഈ മണലിൽ കൂടെ ഓടി നടന്ന് ഇത് തട്ടിത്തെറിപ്പിക്കാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടിന്യൂറ്റി നിലനിർത്താൻ നമ്മൾ ത്രൂ ഔട്ട് ആ ഒരു പടം തുടങ്ങുമ്പോൾ മുതൽ സപ്പോസ് ഒരു 3 to 4 hours നമ്മൾ ഒരേ നിപ്പ് നിന്ന് ഇത് വരയ്ക്കേണ്ടി വരും. ആ ഒരു സ്ട്രഗിൾ വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്രെയിം അല്ലെ ഒരു പടം വരച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു സമാധാനം, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഒരു പർട്ടിക്കുലർ തീം എടുക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു സക്സസ്ഫുൾ ആയ ഒരു സിനിമയുടെ ഒരു തീമോ വല്ലതും എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകരിലേക്ക് ഇത് എത്തുന്നിടം വരെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് വളരെ വലുതാണ്. നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്ത ഒരു പർട്ടിക്കുലർ പേഴ്സണിലേക്ക് ഇത് എത്തി അവരുടെ മുഖത്ത് ഒരു സന്തോഷം കാണുക, അല്ലെങ്കിൽ അവരുടേതായ റെസ്പോൺസ് കിട്ടുന്നിടം വരെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് വളരെ വലുതാണ്. പിന്നെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആണെങ്കിൽ അതിനെ തുടർന്നുള്ള സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു സന്തോഷമാണ്. നമ്മൾ ഈ ഒരു എത്ര ഫിസിക്കൽ സ്ട്രഗിൾ ഉണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു റെസ്പോൺസ് നമ്മുടെ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ സ്ട്രഗിൾസ് എല്ലാം നമ്മൾ അതിൽ നിന്ന് മറന്നുപോകും. തീർച്ചയായിട്ടും സാൻഡ് ആർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഫിസിക്കൽ സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും എക്സൈറ്റ്മെന്റും സമാധാനവും ഒക്കെ വളരെ വലുതാണ്. ഈ രണ്ട് സൈഡ് ഓഫ് യുവർ ലൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണോ? എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഫാദർ ക്രിസ്റ്റിയും അതുപോലെ തന്നെ ഒരു പ്രീസ്റ്റ് എന്നുള്ള നിലയിലുള്ള ഫാദർ ക്രിസ്റ്റിയും തമ്മിലുള്ള ആ ഒരു ബാലൻസിങ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും ഈ രണ്ട് പദവികൾ, ഒരു വൈദികൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും എന്നെ ഈ രണ്ട് കാര്യങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആർട്ട് ഇസ് ഓൾവേസ് ഡിവൈൻ. അതായത് തീർച്ചയായിട്ടും നമ്മുടെ സഭയുടെ പഠനങ്ങളിൽ പോലും ആർട്ടിനൊരു വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഐക്കണോഗ്രഫി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിലൊക്കെ പഴയ കാലങ്ങളിൽ വേദശാസ്ത്രം പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു മീഡിയം കൂടിയായിരുന്നു ഐക്കണോഗ്രഫി എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വേദ പഠനങ്ങളും നമുക്ക് അതായത് കുറച്ചുകൂടെ വിഷ്വൽ റെപ്രസെന്റേഷൻ ചെയ്യുമ്പോൾ കുട്ടികളിലേക്കും മനുഷ്യരിലേക്കും കുറച്ചുകൂടെ ഇൻഡെപ്തിൽ നമുക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുവാൻ നമുക്ക് ചിത്രങ്ങളിലൂടെയും ആർട്ട്
ഫോമിലൂടെ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഒരു വൈദികൻ ഈ ഒരു കലാരൂപം ചെയ്യുന്നു എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു സാധാരണ വ്യക്തി ഒരു സാൻഡ് ആർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ടാഗ് ലൈൻ ആയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കൊരു ഈ തരത്തിലുള്ള റെസ്പോൺസ് ലൈഫിൽ ലഭിക്കുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരു വൈദികൻ ഈ ഒരു മണൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നുള്ള ഒരു ഹെഡ്ലൈനുകൾ അല്ലെ ഒരു മീഡിയ അക്സെപ്റ്റൻസ് കിട്ടിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ ഒരു പബ്ലിക് അറ്റൻഷൻ ലൈഫിൽ ലഭിച്ചത്. എത്രത്തോളം വളരെ കുറവാണെങ്കിലും അത് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു വൈദികൻ ഈ ഒരു കലാരൂപം ചെയ്യുന്നു എന്നുള്ളത് പേരിലാണ്. പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് അത് എത്ര പേരിലേക്ക് ഈ ഒരു എന്റെ ആർട്ട് ഫോം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് എന്റെ ഒരു സഭയിലെങ്കിലും, അതായത് എന്റെ ഒരു ചെറിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെങ്കിലും അത്യാവശ്യം കുറച്ച് പേരിലേക്കെങ്കിലും ഈ ഒരു ആർട്ട് ഫോം നല്ല രീതിയിൽ അല്ലെ ഈ ആർട്ട് ഫോം എന്താണെന്ന് കാണിക്കാനെങ്കിലും എനിക്ക് കുറച്ചെങ്കിലും സാധിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് എന്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് മേഖലകളും, ഒരു വൈദികൻ എന്നുള്ള നിലയിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും ഈ രണ്ട് മേഖലകളും എന്നെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫിൽ. ഈ പറഞ്ഞ കഥകളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം ടൈം, എഫേർട്ട്, അറ്റൻഷൻ ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സാൻഡ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാളത്തെ ഈ ഒരു ജേർണിയുടെ ഇടയിൽ ഒരുപാട് ആർട്ടുകൾ പബ്ലിക്കിലേക്ക് അച്ഛനെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അച്ഛന്റെ ആ ഒരു ആർട്ടുകളിലൂടെയൊക്കെ ആളുകൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നാണ് അച്ഛന് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു ഫാസ്റ്റ് മൂവിംഗ് വേൾഡിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ഒരു ആർട്ട് ഫോമിന് എത്രത്തോളം നമ്മുടെ എഫേർട്ടുകൾ ഉണ്ടെങ്കിലും അത് നമ്മുടെ വീഡിയോ ഫോമിലേക്ക് വരുമ്പോൾ, ആനിമേഷൻ വീഡിയോയിലോട്ട് വരുമ്പോൾ നമുക്കത് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് എന്റെ സാൻഡ് ആർട്ട് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ എന്റെ ഇനീഷ്യൽ ഫേസിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഒരു 15-20 മിനിറ്റ് ഉള്ള വീഡിയോകളൊക്കെ ഇടുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് വളരെ കുറവായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇടയ്ക്ക് നമ്മൾ കാണാറുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും ചിലപ്പോൾ അതൊരു 30 സെക്കൻഡ്സ് ആഡ് ആയിരിക്കും. ആ 30 സെക്കൻഡിന്റെ ആഡ് പോലും നമുക്ക് കാണാനുള്ള ക്ഷമയില്ല. ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ അതിനൊരു സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടോ എന്ന് തിരക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പോലും കാണാൻ നമുക്ക് ഒരു ക്ഷമയില്ലാത്ത കാലഘട്ടത്തിൽ ഒരു 15-20 മിനിറ്റ്സിന്റെ ഒരു വീഡിയോ നമ്മൾ എത്രത്തോളം എഫേർട്ട് അതിലിടുന്നു, എത്രത്തോളം മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു, അതൊന്നും നമുക്ക് ഈ ഒരു ആനിമേഷൻ വീഡിയോയിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന് സാധിക്കില്ല. പ്രത്യേകിച്ച് ഒരു 30 സെക്കൻഡ് വീഡിയോയിലോട്ട് പലപ്പോഴും നമ്മളൊരു ഷോർട്ട് വീഡിയോയിലോട്ടോ അല്ലെങ്കിൽ റീൽസ് വീഡിയോയിലോട്ടോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് വീഡിയോയിലോട്ടോ നമ്മൾ ഒതുക്കേണ്ട ഒരു സാഹചര്യം വരുവാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വിൽ ഹാവ് ടു ലിമിറ്റ് ഇറ്റ് വിത്തിൻ 30 സെക്കൻഡ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരു സ്റ്റേറ്റസ് വീഡിയോ ഇടാൻ 30 സെക്കൻഡ് വീഡിയോ മതി. അപ്പോൾ അതിലേക്ക് ചുരുക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത് 30 സെക്കൻഡ്സ് ചെയ്യാനുള്ള ഒരു കാര്യമല്ല ഉള്ളൂ, ഇതിന് എന്തുമാത്രം എഫേർട്ട് എന്താണ് ഇരിക്കുന്നതെന്ന് ആ ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ചിന്താഗതി പോകുന്ന അല്ലെങ്കിൽ അതിന് ഉള്ളിൽ നിൽക്കുന്ന എഫേർട്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണിത്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജുകൾ പോലും ഈവൻ നമ്മളൊരു സ്റ്റോറി ലൈൻ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച് അത് വരയ്ക്കുമ്പോൾ പോലും നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് വരച്ചാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എഡിറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ നമ്മുടെ ഒരുപാട് എഫേർട്ടുകൾ അവിടെ മുറിച്ച് മാറ്റേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അത് into 8x സ്പീഡിലിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഈ ഒരു വീഡിയോ ഒരു 30 സെക്കൻഡ്സിന് ഉള്ളിലാക്കാൻ നമ്മൾ പരിശ്രമിക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും അതിന്റെ ഒരു പ്രയാസങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിലും നമുക്കൊരു 30 സെക്കൻഡ്സ് മാത്രമേ അല്ലെ ഒരു 1 മിനിറ്റിനുള്ളിലേ നമുക്കത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് പലപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ. യെസ്, അപ്പൊ ഏതൊരു സാൻഡ് ആർട്ടിസ്റ്റുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസിക്വൻസസ് ഒക്കെ അവർക്ക് പറയാനായിട്ടുണ്ട്. കാരണം മണിക്കൂറുകളുടെ ഒരു പ്രയത്നമാണ് നമ്മൾ വെറും 10 സെക്കൻഡിലും 15 സെക്കൻഡിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ടൈം കൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിനെയും വിലയിരുത്തപ്പെടുകയാണല്ലേ. അപ്പം ഒരുപാട് സ്ട്രഗിൾസ് ഇതിന്റെ ബാക്കിലുണ്ട് എങ്കിലും ഇത് കാണുന്ന കാണികള് ഒരു പക്ഷേ ആ ഒരു കാര്യം ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ് ഇപ്പൊ അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അച്ഛൻ എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു യുവരാജ് സിംഗിന്റെ ഈ ഒരു സിക്സർ പറത്തിയിട്ടുള്ള ആ ഒരു കഥ, അത് നമ്മൾ സാൻഡ് ആർട്ടിലൂടെ അച്ഛൻ ചെയ്തത് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടാതെ തന്നെ ഒരുപാട് വർക്കുകൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം ഈ ഒരു സാൻഡ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാൻഡിൽ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് മായ്ച്ചു കളയുന്നു, വീണ്ടും അടുത്തൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഷടപടേന്നാണ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ചില ആർട്ടുകളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ മായ്ച്ചു കളയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പൊ ആ
അപ്പോൾ അച്ഛൻ അങ്ങനെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ട് ഉണ്ടായിരുന്നോ? അപ്പോൾ ആ ഒരു ആർട്ട് എങ്ങനെ പെട്ടെന്ന് മാറ്റി കളഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്തായിരുന്നു മനസ്സിൽ? തീർച്ചയായിട്ടും അങ്ങനെ ഇമോഷണലി നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് വർക്കുകളുണ്ട്. അതിൽ എനിക്കൊരു ഇമോഷണൽ, ഒരു സ്പിരിച്വൽ, ഒരു കണക്ട് ഞാൻ ചെയ്ത ഒരു വർക്കിനോട് തോന്നിയത് തീർച്ചയായിട്ടും പരിമല പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു പ്രോമോ ചെയ്യുവാൻ ഒരു അവസരം ലഭിച്ചു. അത് ഏകദേശം ഒരു 1.5 ആഴ്ചയോളം അതിന്റെ പിന്നിലുള്ള പരിശ്രമം ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഏകദേശം ഒരു 15-16 ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു ആ ഒരു സാൻഡ് ആർട്ട് വീഡിയോ തന്നെ. അതിന് ഒരുപാട് പെർഫെക്ഷൻ വേണ്ടിയിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വർക്ക് ചെയ്തു തീർക്കാൻ തീർച്ചയായിട്ടും ദിവസങ്ങൾ വേണ്ടി വന്നു. അറ്റ് ദ സെയിം ടൈം അത് പൂർത്തിയാക്കിയപ്പോൾ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടി എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അത് പൂർത്തീകരിച്ചപ്പോൾ ഒരു പരിശുദ്ധന്റെ ഒരു ചിത്രമാണ് വരച്ചത് എന്നുള്ള ഒരു സ്പിരിച്വൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും ആ ഒരു വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു പീസ്ഫുൾ സാറ്റിസ്ഫാക്ഷൻ എനിക്കൊരു വർക്ക് ചെയ്തപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പരിമല പള്ളിയോട് ബന്ധപ്പെട്ട പരിമല തിരുമേനിയുടെ ഒരു ലൈഫ് ഹിസ്റ്ററിയും ലൈഫ് സ്റ്റോറിയും ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ചെയ്തപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു സ്പിരിച്വൽ ഗ്രേസ് എനിക്ക് ലഭിക്കുകയുണ്ടായി ആ ഒരു വർക്കിൽ നിന്ന്. തീർച്ചയായിട്ടും അത് എന്നും മനസ്സിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വർക്ക് തന്നെയായിരിക്കും. ഓക്കെ, അച്ഛനോട് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്റെ ഈ ഒരു സാൻഡ് ആർട്ട് ജേർണിയിൽ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ട് ഫോം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇമോഷണലി ഡിറ്റാച്ച് ആവാൻ പറ്റാത്ത ഒരു ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ ഒരു ജേർണിയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ? തീർച്ചയായിട്ടും എനിക്ക് ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടി, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടി റെക്കോർഡ് മേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ച നമ്മുടെ ഇന്ത്യയുടെ മുൻകാലങ്ങളിലുള്ള ഇപ്പോഴുമുള്ള 15 പ്രധാനമന്ത്രിമാരുടെ ചിത്രങ്ങൾ ഒരു ഫ്രെയിമിൽ, ഒരു സാൻഡ് ആർട്ട് ഫ്രെയിമിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ള ഒരു മിനിയേച്ചർ ഫോമായിരുന്നു. അത് ഒരു വലിയ ക്യാൻവാസിൽ അല്ല എന്ന ഒരു പരിമിതിയായിരുന്നു ഇതിനകത്തുള്ളത്. ഒരു 32 ഇഞ്ച് ഒരു ലൈറ്റ് ബോക്സിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ 15 പേരെ ആ ഒരു മണലിൽ വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ടാസ്ക് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇത് ഡിഫറെന്റ് ഫ്രെയിമുകളല്ല, ഒറ്റ ഫ്രെയിമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 24 hours ഒരു രാവും പകലും ഊണും ഉറക്കവും ഒരു വെള്ളം പോലും കുടിക്കാതെ ആ ഒറ്റ വർക്കിന് വേണ്ടി അത് തീർക്കുന്നിടം വരെ നിൽക്കുവാനുള്ള ഒരു എഫേർട്ട് അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഈ ചെന്നെ ഫിസിക്കലി വല്ലാതെ ടോയ്ൽ ചെയ്ത ഒരു വർക്ക് തന്നെയായിരുന്നു ഈ ഒരു പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഒരു സാൻഡ് ആർട്ട് വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ വരച്ചു കഴിഞ്ഞ് അടുത്ത ഒരു വർക്ക് വരുന്നിടം വരെ എനിക്കത് മായ്ച്ചു കളയാൻ അത് ബുദ്ധിമുട്ടായിരുന്നു. എൻഡ് ഓഫ് ദി ഡേ അടുത്തൊരു വർക്ക് വരുമ്പോൾ അത് മായ്ക്കണം എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്ര എഫേർട്ട് ഇട്ട ഒരു പേഴ്സണൽ വീഡിയോ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അത് മായ്ച്ചു കളയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ചിത്രം തന്നെയാണ്. പേഴ്സണലി ആ ഒരു വ്യക്തികളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ല, എന്റെ ഒരു പേഴ്സണൽ എഫേർട്ട് അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ആ ഒരു കഷ്ടപ്പാട്, ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്ത് ഒറ്റ സ്ട്രെച്ച് ചെയ്ത് ഏക ഒരു വർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അല്ലാത്ത പല വർക്കുകൾക്കും നമുക്കൊരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇതൊറ്റ സ്ട്രെച്ചിൽ നിന്നാണ് ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്യേണ്ടി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കുമായിട്ട് ഒരു ഇമോഷണൽ കണക്ട് അന്നും ഇന്നും, പിന്നീട് അത് മായ്ച്ചു കളഞ്ഞപ്പോഴും ഒരുപാട് പ്രയാസം തോന്നിയ ഒരു വീഡിയോ തന്നെയാണിത്. അപ്പൊ അച്ഛൻ നമ്മൾ ഇത്രയും നേരം അച്ഛൻ്റെ ഈ ഒരു സാൻഡ് ആർട്ട് ജേർണിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ആയിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? സാൻഡ് ആർട്ട് ജേർണിയിൽ എനിക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്, ആക്ച്വലി ഞാനിത് ഈ വർക്ക് ചെയ്തു തുടങ്ങിയത് തന്നെ റോൾ മോഡൽ എന്ന് കരുതുന്ന യുവരാജ് സിംഗിലേക്ക് ഈ ഒരു ആർട്ട് ഫോം, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച ആർട്ട് ഫോം, അത് അദ്ദേഹത്തിന്റെ റെക്കഗ്നീഷൻ കിട്ടുക അല്ലെ അദ്ദേഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ എയിം മാത്രമേ എനിക്ക് ഈ വർക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ ഉള്ളായിരുന്നു. അത് ചെയ്തു തുടങ്ങി കഴിഞ്ഞ് പല വർക്കുകളും അതിന്റെ പുറകാലെ വന്നു. നമുക്കല്ലാതുള്ള ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടി എന്നുള്ളതല്ലാതെ ആത്യന്തികമായിട്ട് ഞാനിത് ചെയ്തു തുടങ്ങിയത് തന്നെ യുവരാജ് സിംഗിന്റെ ഒരു അറ്റൻഷൻ ലഭിക്കുക, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് ചെല്ലുവാൻ സാധിക്കുക, അദ്ദേഹത്തെ ഒന്ന് കാണുക, പേഴ്സണലി മീറ്റ് ചെയ്യുക, എന്റെ വർക്ക് അദ്ദേഹത്തിന് കൊടുക്കുവാൻ ഒരു അവസരം കിട്ടുക എന്നുള്ള ഒറ്റ എയിമേ ഉള്ളായിരുന്നു ഞാനിത് ചെയ്തു തുടങ്ങുമ്പോൾ. എനിവേ എനിക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു. അദ്ദേഹത്തെ നേരിൽ കാണുവാനും ഞാൻ ചെയ്ത വർക്ക് അദ്ദേഹത്തിന് സമർപ്പിക്കുവാനും അദ്ദേഹം അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം, അതായത് യുവരാജ് സിംഗ്, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി, അതായത് എല്ലാ പ്ലാറ്റ്ഫോം വഴിയും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 6 സിക്സസിന്റെ വീഡിയോ 2007 T20 വേൾഡ് കപ്പിൽ അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ നേടിയ 6 ബോൾസിൽ 6 സിക്സസ് നേടിയ ആ ഒരു ഐതിഹാസിക ഇന്നിങ്സിന്റെ ഒരു ഷോർട്ട് വീഡിയോ
ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുടെ ദിവസം ഞാൻ പ്രസന്റ് ചെയ്തതാണ് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം അത് അന്നത്തെ ദിവസം ഇടാതെ ആ 6 സിക്സസ് അടിച്ച 16ാമത്തെ വാർഷികത്തിന്റെ ദിവസം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എനിക്കൊരു താങ്ക്സ് മെസ്സേജ് കൂടെ അയച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായത്. അതിനും വളരെ നല്ലൊരു മീഡിയ അറ്റൻഷൻ അന്നത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ എന്തിനു വേണ്ടി അന്ന് തുടങ്ങിയത് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും യുവരാജ് സിംഗിന്റെ ആ ഒരു തീം ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും എനിക്കെന്നും എന്റെ മനസ്സിനോട് ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വർക്കുകൾ തന്നെയാണ് തീർച്ചയായിട്ടും എന്റെ സാൻഡാർഡ് ജേണിയിൽ. അപ്പൊ അച്ഛൻ ഈ ഒരു ജേണിയിൽ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ എന്താണ് ഇപ്പൊ തോന്നുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം ഫീലിംഗ് റിയലി ഗ്രേറ്റ്ഫുൾ ടുവേർഡ്സ് മൈ ഗോഡ്. ഒരു സാധാരണ വൈദികൻ എന്നുള്ള നിലയിൽ എന്റെ സഭയിലും അതോടൊപ്പം തന്നെ ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട്ടിലും കലാപരമായിട്ട് ഇത്രയും അക്സെപ്റ്റൻസ് ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും ഈ സാൻഡാർഡ് എന്ന് പറയുന്ന കലാരൂപം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പബ്ലിക്കിൽ എനിക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും ഈ മണൽ ചിത്രങ്ങൾ തന്നെയാണ്. ഞാൻ എന്തിനു വേണ്ടിയാണോ ഒരു കലാരൂപം പഠിച്ചത്, എനിക്കൊരു കുറഞ്ഞ കാലയളവിൽ തന്നെ എനിക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഏതൊരു റോൾ മോഡലിനെ കാണുവാൻ വേണ്ടിയാണോ ഈ ഒരു ആർട്ട് ഫോം ചെയ്തു തുടങ്ങിയത് തീർച്ചയായിട്ടും എനിക്ക് അച്ചീവ് ചെയ്യാൻ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ സാധിച്ചു. എന്നിരുന്നാലും എനിക്ക് 2-3 വർഷങ്ങളായിട്ട് എനിക്ക് റെഗുലറായിട്ട് ഈ ഒരു കലാരൂപം ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷങ്ങൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ള ഒരു ചെറിയ സ്കൂളിന്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. ആ ഒരു ജോലി തിരക്കുകൾ ഉള്ളതുകൊണ്ട് റെഗുലറായിട്ട് ഈ സാൻഡാർട്ട് വീഡിയോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു 3 വർഷക്കാലം കഴിഞ്ഞ് ന്യൂസിലൻഡിലുള്ള വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ദേശത്ത് ഒരു ചെറിയ ദേവാലയത്തിന്റെ ചുമതല വഹിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഒരു പുതിയ രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പരിശീലിച്ചിരുന്ന മണൽത്തരികളോ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഒന്നും നമുക്ക് കൊണ്ടുവരുവാനുള്ള ലഗേജ് കൊണ്ടുവരുവാനുള്ള പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അവസരം വെക്കുമ്പോൾ നമുക്ക് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മണൽത്തരികളെ വീണ്ടും പൊടി തട്ടി എടുക്കുമെന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന ഉദ്യമത്തോട് എല്ലാവിധമായ നന്ദിയും സ്നേഹവും സമർപ്പിക്കുന്നു. താങ്ക് യു. ഓക്കെ അച്ഛാ, അപ്പൊ താങ്ക് യു സോ മച്ച് ഇന്ന് നമ്മുടെ കൂടെ റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്തതിനും ഈ ഒരു സാൻഡ് ആർട്ട് മേഖലയെ പറ്റി നമ്മളോട് സംസാരിച്ചതിനും അച്ഛന്റെ ഒരു ജേർണി ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ടും ഷെയർ ചെയ്തതിലും. അപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വെരി സൂൺ അച്ഛൻ ഈ ഒരു സാൻഡ് ആർട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരിക, ഒരുപാട് ആർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിക്കും. അപ്പൊ അച്ഛൻ എല്ലാവിധ ബെസ്റ്റ് വിഷസ് നമ്മളും അറിയിക്കുകയാണ്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിനും ഒരുപാട് താങ്ക് യു. സോ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയവും കൂടി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയൊരു ഗസ്റ്റിന്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ റീജോയിൻ ചെയ്യുന്നത് വരെ ഇറ്റ്സ് മീ ആർജെ എലിക്കുട്ടി സൈനിങ് ഓഫ്. റെഡ് കാർപ്പറ്റ് എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.